എവർക്കും അഡൽറ്റ് സീക്വൻസിന്റെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ പ്രോഗ്രാം 15, 19, 23 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയിൽ ആദ്യത്തെ n പദങ്ങളുടെ തുക, ആദ്യത്തെ 10 പദങ്ങളുടെ തുക എത്ര? ആദ്യത്തെ n പദങ്ങളുടെ തുക Sn കാണാം. അതുപോലെ S10 സം ഓഫ് ഫസ്റ്റ് 10 ടേംസ് കാണണം, സം ഓഫ് ഫസ്റ്റ് n ടേംസ് കാണണം. അപ്പൊ നമുക്ക് ആദ്യം Sn കാണാം. Sn കാണാൻ പല ഇക്വേഷൻ അല്ലെ. നമുക്ക് പറഞ്ഞാൽ Sn ഈക്വൽ ടു n/2 x1 plus x അറിയില്ലേ? n പദങ്ങളുടെ തുകയാണ്. അപ്പൊ n-ന്റെ വാല്യൂ n തന്നെയാണ്. n വാല്യൂ അപ്പൊ n/2 അടങ്ങോട്ടെ. x1 നമുക്കറിയാം. എത്ര x1? 15. f അല്ലേ. d നമുക്കറിയാം. എത്ര കൂടി? 4 കൂടി. ഇനി xn കാണാം. xn ഈക്വൽ ടു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടല്ലേ, dn പ്ലസ് f മൈനസ് dn. എത്ര d? 4 കൊണ്ട് 4n പ്ലസ് f മൈനസ് d. f ന്റെ വലിയ d ന്റെ കൊടുക്കാം 15 മൈനസ് 4. അങ്ങനെ 4n പ്ലസ് 11 കിട്ടും. ഇതാണ് xn. അപ്പൊ xn റെഡി, x1 റെഡി. n ന്റെ വാല്യൂ അറിയില്ല, sn ആണ്. n അതുപോലെ എഴുതിയാൽ മതി. അപ്പൊ നമ്മൾ എഴുതാണ് Sn is equal to n/2 അതുപോലെ എഴുതാം. x1 എന്ന് പറഞ്ഞാൽ 15 പ്ലസ് ഇതിന് പകരം 15, ഇതിന് പകരം 4n പ്ലസ് 11 ഈക്വൽ ടു n/2 അടങ്ങോട്ടെ. ഇതും നമ്പർ ആണ്, ഇതും നമ്പർ അല്ലെ. 15 ഉം 11 കൂട്ടുക 26 അതേ. പിന്നെ ഒരു 4n ഉള്ളത് ആദ്യം. ഓക്കെ, ഇനി n/2 ഇത് ഗുണിക്കുക, പിന്നെ n/2 അത് ഗുണിക്കുക. n/2 into 4n, അടുത്ത n/2 into 26. ഇത് രണ്ടും വെട്ടിയാൽ 2 വരും. 2 ഉം 26 വെട്ടിയാൽ 30 വരും. അപ്പോൾ 2 ഉം n ഉം n. അപ്പൊ 2 ഉണ്ടാവും, n ഉം n ഉം മുറിച്ചാൽ n². ഒരു 13 ഉണ്ട്, ഒരു n ഉണ്ട്, പ്ലസ് 13n. ഇതാണ് Sn. ഓക്കെ, Sn കിട്ടി. സം ഓഫ് ഫസ്റ്റ് n ടേംസ്. പിന്നെ ചോദ്യം സം ഓഫ് ഫസ്റ്റ് 10 ടേംസ് ആണ്. n ടേംസ് ബാക്കി 10 ടേംസ്. n ന് 10 കൊടുത്താൽ മതി. n ന് 10 കൊടുക്കാം. സോ S10 ആദ്യത്തെ 10 പദങ്ങൾ തുക. ഇതിൽ ആദ്യത്തെ 10 പദങ്ങളുടെ തുക കാണാൻ ഇതിൽ 10 കൊടുത്താൽ മതി. 15 പദങ്ങളുടെ തുകയാണെങ്കിലോ 15 കൊടുത്താൽ മതി. നമുക്ക് 10 പദങ്ങളുടെ തുക 10 കൊടുക്കാം. S10 സമം 2 into n² അല്ലേ. അപ്പൊ 2 into 10 പ്ലസ് 13 into 10. ഇത് ഇങ്ങനെ ഗുണിക്കണ്ട, 20 ആക്കണ്ട. ഇത് 10ന്റെ സ്ക്വയർ 100. അപ്പൊ 2 into 100 വരും, 200. 13 ഉം 10 ഉം മുറിച്ചാൽ 130. 200 130 മുറിച്ചാല് കുട്ടികള് 330. ഈ 330 ആണ് ഈ ഗ്രൂപ്പിലെ ആദ്യത്തെ 10 പദങ്ങൾ. അപ്പൊ ആദ്യത്തെ 25 പദങ്ങൾ ആണെന്ന് ചോദിച്ചാലോ 25 കൊടുത്താൽ മതി 10നേക്കാൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 1, 7, 13 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ n പദങ്ങളുടെ തുക എന്ത്? ആദ്യത്തെ 15 പദങ്ങളുടെ തുക. കാൽക്കുലേറ്റ് ദി സം ഓഫ് ഫസ്റ്റ് n ടേംസ് ആൻഡ് ദി സം ഓഫ് ഫസ്റ്റ് 15 ടേംസ്. കോംപ്ലക്സ് ആക്കുന്ന സീക്വൻസ് 1, 7, 13 Sn കാണും, പിന്നെ S15 ഉം കാണും. ഓക്കെ, അപ്പോ Sn കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. Sn is equal to n/2 x1 plus x. x1 അറിയാം. x1 എന്ന് പറഞ്ഞാൽ f എത്രയാണ്? 1. d എത്രയാണ്? d എത്രയാണ്? 6 കൂടുന്നത് അല്ലേ. ഈ നേരത്തെ പറഞ്ഞ മാതിരി xn കാണാം. dn plus f minus dn എത്ര? d 6. rn plus f minus d എത്ര? f 1 ആണ്. മൈനസ് d ആകുമ്പോൾ 1 minus 6. 6 തന്നെ ഇതാ. 1 minus 6 എത്രയാ? -5. ഇതാണ് xn. ഓക്കെ, അപ്പോൾ Sn equal to n/2 അതുപോലെ x1 ന്റെ വാല്യൂ പ്ലസ് ഇതിന് പകരം 1 കൊടുക്കും. ഇതിന് പകരം xn ന് പകരം 6n minus 1 equal to n/2 അതുപോലെ ഇതാ. ഈ 6n ആദ്യം എഴുതി. 1 ഉം -5 ആണ്. 6 അല്ല, 1 minus 5 എത്രയാ? -4 equal to n/2 കൊണ്ട് വിളിക്കുമ്പോ n/2 into 6n, പിന്നെ n/2 into 4 അല്ല, -4. സോ n/2 into -4 equal to ഇത് രണ്ടും കട്ട് ചെയ്ത 3 വരും. ഇത് രണ്ടും കട്ട് ചെയ്ത 2 വരും, ഒരു മൈനസ് വരും. അപ്പൊ
3 ഉണ്ട്, എന്നും എന്നും n സ്ക്വയർ 3n സ്ക്വയർ സംഭവിക്കും അല്ലെ. പിന്നെ ഒരു 2ഉം എന്നും വരുന്ന -2. ഇതാണ് Sn. ഇനി കണ്ടുപിടിക്കുന്നത് S15 ആണ്. സം ഓഫ് ഫസ്റ്റ് 15 ടേംസ്. ഇത് Sn ഈക്വൽ ടു 15 ടേംസിന്റെ സം ആണെങ്കിൽ n ന് 50 കൊടുക്കാം. 3 ഇൻടു 15 ന്റെ സ്ക്വയർ മൈനസ് 2 ഇൻടു 50 2 ഇൻടു 50 is equal to 3 ഇൻടു 15 ന്റെ സ്ക്വയർ 225 മൈനസ് 2 ഇൻടു 15 30 മൂന്നും 225 കുറച്ചാൽ 675 മൈനസ് 30 കുറച്ചാൽ 645. ഇതാണ് ഈ ശ്രേണിയിലെ ആദ്യത്തെ 15 പദങ്ങളുടെ തുക. ഓക്കെ, ഇവിടെ നോക്കാം. നമ്മളിപ്പോ 2 ക്വസ്റ്റ്യൻ ചെയ്തു. ഈ ശ്രേണി എന്നിട്ട് അതിന്റെ ആദ്യത്തെ n പദങ്ങളുടെ തുക ഉണ്ട്, പിന്നെ ഈ ശ്രേണി എന്നിട്ട് അതിന്റെ ആദ്യത്തെ n പദങ്ങളുടെ തുക. സം ഓഫ് ഫസ്റ്റ് n ടേംസ്. സം ഓഫ് ഫസ്റ്റ് n ടേംസിന്റെ പ്രത്യേകത അതിൽ n സ്ക്വയറും n ഉം ഇൻവോൾവ് ആയിരുന്നു. n സ്ക്വയർ ഉണ്ടാവും, n ഉണ്ടാവും. Sn ആണ് അല്ലെ, n സ്ക്വയറും n ഉണ്ടാവും. നമ്മൾ ഇതിന് മുമ്പ് പഠിച്ചത് xn, അത് ഇങ്ങനെയല്ല 8n - 1 അല്ലെങ്കിൽ ഇത്ര n ഉണ്ടാവും, n സ്ക്വയർ ഉണ്ടാവും. ഇത് ആദ്യത്തെ n പദങ്ങളുടെ തുകയാണ്, സം ഓഫ് ഫസ്റ്റ് n. ഇത് n-ആം പദം, nth ടേം അല്ലെ. ഒരു സീക്വൻസ് തന്നാൽ അതിന്റെ Sn n പദങ്ങളുടെ തുക എങ്ങനെയാണ് കിട്ടുക എന്നുള്ള എളുപ്പ വഴിയാണ് പറയുന്നത്. ഓക്കെ, ഈ ഒന്നാമത്തെ നോക്കുക. ഇതില് ആൻസർ 2n സ്ക്വയർ പ്ലസ് 30n. ഇതിന്റെ കോമൺ ഡിഫറൻസ് നമുക്കറിയാം. ഡി എത്രയാണ്? 4. എഫ് നമുക്കറിയാം എത്രയാണ്? 15 അല്ലെ. ആദ്യം n സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ്, n സ്ക്വയറിന്റെ കൂടെ വരുന്ന സംഖ്യ എവിടെ? 2 അല്ലേ. അതിന്റെ ഇരട്ടി ആയിരിക്കും ഇവിടുത്തെ കോമൺ ഡിഫറൻസ്. ഓക്കെ, എന്നിന്റെ കൂടെ വരുന്നതിന്റെ ഇരട്ടിയല്ല, n സ്ക്വയറിന്റെ കൂടെ വരുന്നതിന്റെ ഇരട്ടി. xn നമ്മൾ പഠിച്ചത് എന്നിന്റെ കോഎഫിഷ്യന്റ് ആയിരിക്കും കോമൺ ഡിഫറൻസ്. ഇത് വേറെ, ഇത് Sn. n സ്ക്വയറിന്റെ കൂടെ വരുന്ന സംഖ്യയുടെ ഡബിൾ എടുക്കുക, അതായിരിക്കും കോമൺ ഡിഫറൻസ്. തിരിച്ചു പറയാം, കോമൺ ഡിഫറൻസിന്റെ പകുതി n സ്ക്വയറിനൊപ്പം ഉണ്ടാവും. പിന്നെ n സ്ക്വയറും n ഉം ഇല്ലാതെ വായിക്കാൻ, n സ്ക്വയർ ഇല്ല, n സ്ക്വയർ n കുത്തി പിടിച്ചാൽ അപ്പൊ നിങ്ങൾക്ക് എന്താ? 2 ഒരു 13 ഒരു പ്ലസും ആണ്. 2 പ്ലസ് 13 അതായിരിക്കും ആദ്യ പദം. 2 പ്ലസ് 13 എത്ര? 2 പ്ലസ് 13 15 അല്ലേ. അപ്പൊ 15 ആയിരിക്കും ആദ്യ പദം. ഒരു സീക്വൻസ് തന്നാൽ ഇത് കാണാൻ എളുപ്പമാകും, അതുപോലെ ഇത് തന്നാൽ ആ സീക്വൻസ് കാണാൻ എളുപ്പമാകും. n സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് എടുക്കുക, അതിന്റെ ഡബിൾ എത്രയാണോ അതായിരിക്കും കോമൺ ഡിഫറൻസ്. പിന്നെ n സ്ക്വയർ n ഒഴിവാക്കിയാൽ 2 13 പ്ലസ്, അപ്പൊ 2 13 കൂട്ടിയാൽ 15 ആയിരിക്കും ഫസ്റ്റ്. ഇവിടെ നോക്കുക, n സ്ക്വയറിന്റെ കൂടെ വരുന്നത് 3 ആണ്, അതിന്റെ ഡബിൾ ആയിരിക്കും ഇവിടെ കോമൺ ഡിഫറൻസ്. 3 ന്റെ ഡബിൾ 6 അല്ലേ, 6 ആണ് ഇവിടെ കോമൺ ഡിഫറൻസ് അല്ലേ. പിന്നെ n സ്ക്വയറും n ഉം പൊത്തി പിടിച്ചാൽ എന്താ കിട്ടുക? n സ്ക്വയറും n ഉം ഇല്ലാതെ കിട്ടും. അപ്പൊ 3ഉം ഒരു 2 ഒരു മൈനസ് 3 - 2 എത്ര? 3 - 2 1. അതായിരിക്കും ആദ്യം. ഓക്കെ, ഇവിടുത്തെ പൊതുവ്യത്യാസം എത്രയാണോ അതിന്റെ പകുതി എടുക്കുക. പൊതുവ്യത്യാസം മാറും, അതിന്റെ പകുതി എടുക്കുക, അതിലിപ്പോ n സ്ക്വയർ ചെയ്ത. പിന്നെ അപ്പുറത്തെ n ഇടണം. ഇവിടുത്തെ 2 നമ്പർ കൂട്ടിയാൽ എന്ത് ചെയ്താലാണോ ഇത് കിട്ടാനനുസരിച്ച് വേറെ നമുക്ക് പെട്ടെന്ന് പറയാം. 20, 28, 36 ഇതിന്റെ ആദ്യത്തെ n പദങ്ങളുടെ തുക കണ്ട് എന്താ കിട്ടാൻ നോക്കി. ഇവിടുത്തെ പൊതുവ്യത്യാസത്തിലെ കോമൺ ഡിഫറൻസ് 8 അല്ലേ. 8ന്റെ പകുതി എത്ര? 4. ആ 4ഉം ഒരു n സ്ക്വയർ. പിന്നെ ഒരു n വേണം അപ്പുറത്ത്. ഇവിടെ പ്ലസ് ആ മൈനസ് ആ ഏതാ നമ്പർക്ക് പറയാം. ഇവിടെയുള്ള സംഖ്യയും ഇവിടെ വരേണ്ട സംഖ്യയും പാടെ ഇവിടുത്തെ ക്രിയ ചെയ്താൽ 20 ആണ്. ഇതും കൂടിയാൽ 20 ആകും. 4ക്ക് എത്ര വന്നാൽ 20 ആകാം? 16 അല്ലേ. അപ്പൊ ഇത് 16. 4 16 കൂട്ടുമ്പോഴാണ്. ഇതാ ഇതിന്റെ
എസ് എൻ ഇതായിരിക്കും 4n² പ്ലസ് 16. ഇനി അവിടെ നിന്നിട്ട് പറയാം n² കൂടെ വരുന്ന സംഖ്യ 4, അതിനെ ഇരട്ടി എടുക്കുക 8, അതായിരിക്കും പൊതുവ്യത്യാസം. n² എന്നും പൊത്തി പിടിച്ചാൽ നമുക്ക് കിട്ടും 4 പ്ലസ് 16 ആദ്യമായി. 2 4 6 ഇതിന്റെ എസ് എൻ ഇത്ര പറഞ്ഞു. എത്രയാണ് ഇവിടെ പൊതുവ്യത്യാസം? 2, അതിന്റെ പകുതി കിട്ടുക 1, ഒരു n² ഇടുക, പിന്നെ അപ്പുറത്തെ 2 വേണം. ഈ സംഖ്യക്ക് എത്ര വന്നാലാണ് ഇതും ഇതും കൂട്ടിയാൽ ആദ്യ പദം കിട്ടണം? 2 കിട്ടണം. അപ്പൊ ഇവിടെ 1 ഇവിടെ 1 കിട്ടണം അല്ലെ? ഒരു n² പ്ലസ് 1n, ഇതായിരിക്കും ഇതിന്റെ എസ് എൻ ആയിരിക്കും. ഇനി എസ് എൻ തന്നാൽ ഇത് കാണാനും തിരിച്ചും മറിച്ചും മാറും. 7 11 15 എക്സെട്ര 4 കൂടി 4 കൂടി എക്സെട്ര. ആദ്യത്തെ n പദങ്ങളുടെ തുക ഒരു വ്യത്യാസം 4, അതിന്റെ പകുതി 2 n². അടുത്ത n കിട്ടി. 2ക്ക് എത്ര വന്നാലാണ് 7 ആകുക? 5. ഇതായിരിക്കും അതിന്റെ ആൻസർ. n² എന്നും പൊത്തിയാൽ ആദ്യ പദം കിട്ടും. n² ഒപ്പം വരുന്ന സംഖ്യ ഇവിടെ ഡബിൾ ആയിരിക്കും കോമൺ. അത് നോക്കണ്ട. 51 45 35 51 45 ആയി. 6 കുറഞ്ഞു അല്ലെ? വീണ്ടും 6 കുറഞ്ഞു. ശരിയല്ലേ? ഇതിന്റെ എസ് എൻ ആണ്. ഒരു വ്യത്യാസം 6 അല്ല, -6 ആണ്. -6, അതിന്റെ പകുതി എടുക്കുക -3, ഒരു n² കൊടുക്കുക, അപ്പോൾ ഇനി -3ക്ക് എത്ര വന്നാലാണ് 51 ആവുക? -3ക്ക് എത്ര ചേർന്നാലാണ് 51 വരുന്നത്? ഇത് പ്ലസ് ആണെങ്കിൽ 3ഉം 48ഉം കൂട്ടിയാൽ ഇത് കിട്ടും അല്ലെ? 58. ഇത് മൈനസ് ആണ്. അപ്പൊ 48 ആവുമ്പോ -3 പ്ലസ് 48 പറയുമ്പോ 45 കീപ്പട്ട വരും. അപ്പൊ 3 പിന്നതിനപ്പുറം പോണം. 54 നോക്കാം. 54 പോസിറ്റീവ് ആണ്, 3 നെഗറ്റീവ് ആണ്. 54 3 കുറഞ്ഞു 51. കണ്ടാ? n² എന്നും പൊത്തിയാൽ നമുക്ക് ഈ ഫസ്റ്റത്തെ ടേമിലേക്ക് വരാം. ഇനി ഒറ്റ സംഖ്യയുടെ പൊതുവ്യത്യാസമായി വരുമ്പോൾ ശ്രദ്ധിക്കുക. 7 10 13 ഇതിന്റെ എസ് എൻ ആണ്. പൊതുവ്യത്യാസം 3 ആണ്. അപ്പൊ 3ന്റെ പകുതി 1.5 അല്ലെങ്കിൽ 3/2. ഒന്നെങ്കിൽ 3/2 n² ഇല്ല, അല്ലെങ്കിൽ 1.5 n². പിന്നെ അപ്പുറത്തെ 2 ആണ്. രണ്ടും ഇനി ഇങ്ങനെയൊക്കെ പറ്റുക. 3/2 1.2. ഇനി 1ലേക്ക് എത്ര വന്നാലാണ് 7 ആകുക? 5.5. 5 1.5 അല്ലേ? 7 ആവും. അപ്പത് 5.5 n. 5.5 എന്ന് പറഞ്ഞാൽ 11ന്റെ പകുതി. അങ്ങനെ വരും 11/2. ഇതും ശരി. 3/2 ഇതിന്റെ ഇരട്ടിക്കാൻ പോയി. 3/2 ഡബിൾ എത്ര? 3/2 2 3 വരും. വ്യത്യാസം ഇത് രണ്ടും കൂട്ടിയേക്കാം. 3/2 11/2 കൂട്ടിയേക്കാം. ഇത് 2 സെയിം ആണ്. 11 3 കൂട്ടിയാൽ 14/2 7 കിട്ടും. അതാ ഓക്കെ. അപ്പോ ഏതു അരിതമെന്റ് സീക്വൻസിന്റെയും എസ് എൻ ഏകദേശം ഈ രൂപത്തിലുണ്ടാവും അല്ലെ? ഒരു സംഖ്യന്റെ ഒപ്പം n², പിന്നെ ഒരു സംഖ്യന്റെ ഒപ്പം n, ചിലപ്പോ പ്ലസോ മൈനസോ. അങ്ങനെ ഇവിടെ വരുന്ന സംഖ്യ എന്തായിരിക്കും? പൊതുവ്യത്യാസത്തിന്റെ പകുതിയാണ്. എ എന്ന് പറഞ്ഞാൽ ഡിയുടെ പകുതി, അല്ലെങ്കിൽ ഇതിന്റെ ഇരട്ടിയാണ് ഡി. എ ആണ് അവിടെ അല്ലെ? ഇതിനെ ഡബിൾ എടുത്താൽ എന്ത് കിട്ടും? ഡി കിട്ടും. അല്ലെങ്കിൽ എന്റെ ഡിന്റെ പകുതിയാണ് എ വരുന്നത്. രണ്ടോ തന്നെ. പിന്നെ ആ എയും ബിയും കൂട്ടുക, ആ സംഖ്യയും ഈ സംഖ്യയും കൂട്ടുക. അവിടെയുള്ള സംഖ്യ ഇവിടെയുള്ള സംഖ്യ കൂട്ടിയാൽ നമുക്ക് ആരെ കിട്ടും? ഫസ്റ്റ് ടേം കിട്ടും, x1 കിട്ടും. ഈ കാര്യം അടുത്ത ദിവസം എസ് എൻ സമം 3n² പ്ലസ് 7. ഇതൊരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ n പദങ്ങളുടെ തുകയാണ്. ആ സമാന്തര ശ്രേണി എഴുതണം. അതിന്റെ പൊതുവ്യത്യാസം, അതിന്റെ ആദ്യ പദം ഒക്കെ പറയും. ഇതാണ് എസ് എൻ.
നമുക്കറിയാം n സ്ക്വയറിന്റെ കൂടെ വരുന്ന സംഖ്യ 3 അല്ലേ, അതിന്റെ ഇരട്ടി എടുക്കുക, അതായിരിക്കും പൊതുവ്യത്യാസം. ഇതിന്റെ ഡബിൾ എത്ര 6 ആണ് പൊതുവ്യത്യാസം. പിന്നെ f എന്ന് പറഞ്ഞാൽ x1 എന്ന് പറഞ്ഞാൽ എന്താ, n n സ്ക്വയർ പൊത്തി എന്താ 3 + 7 10. അപ്പൊ 10ലാണ് ശ്രേണി തുടങ്ങുക, 6 വീതം കൂട്ടുക. അപ്പൊ ഏതാ സീക്വൻസ്, 10ൽ തുടങ്ങുക, 10 കാർ കൂട്ടുമ്പോൾ 16 6 22. ഇതിന്റെ സീക്വൻസ് ശ്രേണി ഇതാണ്. ഇനി ഈ ശ്രേണിയുടെ ആദ്യത്തെ n പദങ്ങളൊക്കെ കണ്ടോക്കാം നിങ്ങൾക്ക്. അത് 2n² - 2n എന്നത് ഒരു സമാന്തര ശ്രേണിയുടെ n പദങ്ങളുടെ തുകയാണ്. ആ ശ്രേണി എഴുതണം. തുറന്നോ, d അറിയാം, f അറിയാം. d എന്ന് പറഞ്ഞാൽ n² വരുന്ന സംഖ്യ എത്ര 2, അതിന്റെ ഡബിൾ എടുക്കുക 4. f എങ്ങനെയാണ്, n² എന്ന് പൊത്തിയ 2 + 2 അല്ല, 2 - 2 0. അപ്പൊ 0ത്തിൽ തുടങ്ങുന്ന 4 കൂട്ടുക 0, 4 കൂട്ടുക 4 കൂട്ടുക 4 കൂട്ടുക. ഇതാണ് ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ 11/8 14/8 17/8 എന്ന സമാന്തര ശ്രേണിയിൽ പൂർണ്ണസംഖ്യ പദങ്ങളുടെ ശ്രേണി എഴുതുക. ആ ശ്രേണി ഒരു സമാന്തര ശ്രേണിയാണോ? Write the sequence of all numbers in the elementary sequence. 11/8, 14/8, 17/8, etc. Do they form an elementary sequence? 11/8 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 11 എത്ര ഇട്ടാ 1 പിന്നെ കുറച്ച് 1 സമയം. 14/8 എന്ന് പറഞ്ഞാല് 2 8 16 ആവും അല്ലെ, 14 അല്ല 1 17/8 ആവുമ്പോ 17 2 പിന്നെ ഇതിന്റെ കൂടി മേലെ 3 വീതം കൂടി പണി 3 വ്യത്യാസം നമുക്ക് വരാം. അടുത്ത് 21/8 വരും. 21/8 എത്ര വരിക 2 പോയിന്റ് വരും. പിന്നെ 3 പോയിന്റ് കുറച്ചും ചെന്നാലും ഒരു 32/8 ഒന്നും കരുതിയോ 32/8 ആണ് എത്ര കറക്റ്റ് 4. ഇത് 1 പോയിന്റ് ആണ്. ഓക്കെ, ഇത് 2 പോയിന്റ് ആണ്. പിന്നെ 3 പോയിന്റ് 4.5. ചിലപ്പോ കറക്റ്റ് 6 കിട്ടും, ചിലപ്പോ കറക്റ്റ് 8 അത് കിട്ടും. 64/8 എന്നത് സംഭവം കണ്ടോ. എല്ലാ ഇതിന്റെയൊക്കെ താഴെ വരുന്ന സംഖ്യ 8 ആണ്. അപ്പൊ 80/8 കുറച്ച് നിന്നുണ്ടാവും ചിലപ്പോ. 80/8 കറക്റ്റ് 10. അങ്ങനെ കറക്റ്റ് പൂർണ്ണ സംഖ്യകളായി വരുന്നത് ഇതിലാരൊക്കെയുള്ളത് അവരുടെ ശ്രേണി ഇതാ, അത് സമാന്തര ശ്രേണിയാണോ? അപ്പൊ നമുക്ക് അറിയാം ഇതിന്റെ ബീജരൂപം കാണും, പൊതുരൂപം xn = xn സമം സൂത്രാഖ്യം bn + f - d അല്ലേ. f എത്ര ഇവിടെ, f x1 എത്രയാണ് 11. d കാണും, d എങ്ങനെയാണ് നമ്മളിപ്പത് താഴെ ഒക്കെ 8 ആണ് അല്ലേ. മുകളിൽ എത്ര കൂടുതൽ, മുകൾക്ക് മാത്രം നോക്കാം. താഴെ 8 ഇല്ലെങ്കിലോ 11 14 13 വീതം കൂടിപ്പോ താഴെ 8 ഇല്ലെങ്കിൽ ഇതിന്റെ പൊതുവ്യത്യാസം 3 ആണ്. എന്നാൽ താഴെ 8 ഉണ്ടെങ്കിൽ പൊതുവ്യത്യാസം 3 ആണ്. അതിനൊപ്പം ഒരു 8 കൊടുത്താണ് 3/8. കാരണം എങ്ങനെ ഇതിന്റെ പൊതുവ്യത്യാസം എങ്ങനെയാണോ 14/8 11/8 കുറച്ചാൽ മതി. 14/8 11/8 കുറക്കല്ലേ. ഒരേ ഛേദമാണെങ്കിൽ ആ ഛേദം 14 14 3 കണ്ടാ. അപ്പൊ പൊതുവ്യത്യാസം 3/8. അപ്പൊ dn എത്ര d d 3/8 dn പ്ലസ് f മൈനസ് d ആണ് എത്ര f ന്റെ വില ഇതല്ലേ f മൈനസ് d ന്റെ വില ഇങ്ങനെ. അങ്ങനെ 3/8 കൂടെ n എഴുതി. ഇത് നമ്മൾ കുറച്ചേക്കാം. ഒരേ ഛേദമാണെങ്കിൽ ആ ഛേദം ഇടുക. 11 3 എത്ര വരെ 8 അല്ലേ. അങ്ങനെ 3/8n പ്ലസ് 8/8 എത്ര 1. ഈ 1 ഇവിടെ ഇല്ല. ഈ 8 3 മാത്രം കേട്ടോ. ഈ ബൈ അങ്ങോട്ട് നീട്ടേണ്ട ആവശ്യമില്ല. ഇത് അർത്ഥം മാറും. 3/8n + 1 ഇതാണ് ഈ ശ്രേണിയുടെ എന്നാണ്. ഇത് നോക്കാം. ഒന്നാമത് രണ്ടാമത് മൂന്നാമതൊക്കെ നമുക്കറിയാം. 1 കൊടുത്തോക്കാം നിങ്ങൾ എങ്ങനെ ഇത് കിട്ടും. 2 കൊടുത്തോക്കാം അത് കിട്ടും. 3 കൊടുത്തോക്കാം 1 കൊടുത്തോക്കാം. അപ്പൊ x1 = 3/8 × 1 അല്ലേ പ്ലസ് 1. ഇത് ഇങ്ങനെ കേട്ടോ. ഒന്നൊന്നും കൂട്ടരുത്. 3/8 മുറിച്ചാൽ 3/8 പ്ലസ് 1. ഇത് ക്രോസ് ചെയ്തോക്കാം. 3 അതുപോലെ ഇതത് ക്രോസ് ചെയ്ത 8 ഹോൾ/8 കണ്ടോ 11/8. x2 ആണെങ്കിലോ 2 കൊടുത്താൽ മതി. അപ്പൊ എത്ര 6/8 ക്രോസ് ചെയ്യുമ്പോ 6 + 8 14/8 കണ്ടാ. ഏതൊക്കെ നമ്മൾ
ഈ പോണതില് പൂർണ്ണസംഖ്യകളെ തെരഞ്ഞെടുക്കും. പൂർണ്ണസംഖ്യകൾ കിട്ടണമെങ്കിൽ ഇവിടെ 1 കൊടുത്തിട്ട് കാര്യമില്ല. ഇവിടെ 4 എന്ത് സംഭവിക്കുന്നു? ആ 4ഉം 8ഉം വെട്ടിപ്പോ അല്ലെ. 4 വെട്ടി 2 വരും. ആ 2 എവിടെ വരിക? താഴെയാണ് വരിക. 5 വട്ടം 6 വട്ട 3ഉം പകുതി 4 വരും. താഴെ നമ്പർ തീരെ ഇല്ലാതെ എന്നാലും പൂർണ്ണത്തിലേക്ക് വരും. 8 കൊടുത്തെന്ത് സംഭവിക്കുന്നു? 3/8 എട്ടാമത്തെ പദത്തിന്റെ പ്രത്യേകത എന്നിന് 8 കൊടുക്കുമ്പോ 3/8 ആ 8ഉം 8ഉം വെട്ടിപ്പോയാലും പിന്നെ 3+1 കറക്റ്റ് വരും. എന്നിന് 8ന്റെ ഗുണനങ്ങൾ കൊടുത്താൽ കറക്റ്റ് കിട്ടും. ഇപ്പൊ 10 കൊടുത്താൽ കുഴപ്പമില്ല. 10 കൊടുത്താൽ ഇവിടെ 8ഉം 10ഉം വെട്ടില്ല. ഇവിടെ 5ഉം ഇവിടെ 4 വരും. 20 കൊടുത്താലോ? അപ്പൊ 20ഉം ഇത് 4 കൊണ്ട് വിട്ട 4 കൊണ്ട് ഇട്ട് അവിടെ 5 വരും. ഇവിടെ 2 വരും. 16 കൊടുത്ത എന്താ പ്രത്യേകത? ആ 16ഉം 8ഉം 8 കൊണ്ട് വരും. അപ്പൊ 8 ഫുള്ള് പോകും. പിന്നെ അവിടെ 8 16 8 പോയാൽ ബാക്കി 2 ഉണ്ട് കേട്ടോ. അപ്പൊ 8ന്റെ ഗുണിതങ്ങൾ ഇവിടെ വിലകളായി നൽകിയാൽ നമുക്ക് ആ ശ്രേണിയിലെ പൂർണ്ണ സംഖ്യകൾ എങ്ങനെ കിട്ടും? 8ന്റെ ഗുണിതങ്ങൾ ആരൊക്കെയാണ്? 8 2 8 16 3 4 4 32 ഈ വിലകൾ ഇങ്ങനെ കൊടുക്കാം. എന്നാൽ ഈ ശ്രേണിയിലെ 8ാമത്തെ ആള് ഇവിടെ 8 കൊടുക്കാനാല് 8ാമത്തെ പദം കാണല്ലേ. ഈ ശ്രേണിയിലെ 8ാമത്തെ ആള്, ഇതിലെ 16ാമത്തെ ആള്, 24ാമത്തെ ആള്, 32ാമത്തെ ആള്, അവരുടെയൊക്കെ പ്രത്യേകത അതൊക്കെ പൂർണ്ണ സംഖ്യകളായിരിക്കും. അപ്പൊ 8 നമ്മുടെ 8 തുക എന്നെ 8 കൊടുക്കുക. x 8 സമം 3/8 ഇൻറ്റു ഇവിടെ മാറ്റിട്ടോ 8+1. ഇത് പൂർണ്ണമായി വെട്ടിപ്പോവും. 4 മാറി വെട്ടും. പക്ഷെ ബാക്കി ഇവിടെ വരും. ഇവിടെ ബാക്കി വരാതിരിക്കണമെങ്കിൽ ഇവിടെ വരുന്നത് 8ന്റെ ഗുണങ്ങളായിരിക്കണം. ഇത് വെട്ടിപ്പോയാൽ ബാക്കി 3+1 വരിക 4. എത്രാം പദം? 8ാം പദം. ഇനി 16 കൊടുത്തോക്കാം. 16ാം പദം 8 കൊടുത്താൽ 16 കൊടുക്കാം. 3/8 ഇൻറ്റു 16+1. ഇത് തമ്മിൽ വെട്ടി വെക്കാം. 8 കൊണ്ട് വെട്ടി വെക്കാം 2. 3 2 6+1 6+1 7 വരും. പിന്നെ 24 എടുക്കുക. x 24 സമം 3/8 ഇൻറ്റു 24+1. ഇത് വെട്ടിയേക്കാം 3 വരിക. 3 3 മുറിച്ച 9 1 കൂട്ടുമ്പോ 10. അപ്പൊ ഇതിൽ 8ാമത്തെ ആള് പൂർണ്ണസംഖ്യ ആയിരിക്കും. എത്ര വരാം? 4 32/8 ആണ് ഇതിൽ 8ാമത്തെ ആള് വരും. പിന്നെ 7 56/8. പിന്നെ 10 80/8. അപ്പൊ ഇതിലെ പൂർണ്ണസംഖ്യകളായി വരുന്ന ആൾക്കാരില്ല. ആരൊക്കെയാണ്? 4 7 10. ഇതാണ് ഈ ശ്രേണിയിൽ കാണുന്ന പൂർണ്ണസംഖ്യയുടെ ശ്രേണി. ഇത് സമാന്തര ശ്രേണിയാണോ ഐഡന്റിറ്റി ആണോ? 3 കൂടി കുഴപ്പമില്ല. അതേ 3 പിന്നെയും കൂടത്. അതുകൊണ്ട് ഇതെന്താ? ഐഡന്റിറ്റി സീക്വൻസ് ആണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ 8 11 14 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയുടെയും 15 18 21 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയുടെയും ആദ്യത്തെ 25 പദങ്ങളുടെ തുകകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇതൊരു സമാന്തര ശ്രേണി ഐഡന്റിറ്റി സീക്വൻസ് ആണ്. ഇത് വേറെ ഐഡന്റിറ്റി സീക്വൻസ് ആണ്. ഇവരുടെ ആദ്യത്തെ 25 ടേംസിന്റെ സമ്മ് തമ്മിൽ ഡിഫറൻസ് കാണും. തുകകൾ തമ്മിൽ വ്യത്യാസം. ഇത് കുറച്ച് വലിയ സംഖ്യകളാണ്. ഇതിന്റെ പൊതുവ്യത്യാസത്തിന് 3 ആണ്. 3 വിധം കൊടുക്കും. ഇതിന്റെ പൊതുവ്യത്യാസത്തിന് 3 ഇതിലെ ആദ്യത്തെ 3 ആൾക്കാർ കൂട്ടിയാൽ ഇന്ന ഉത്തരത്തിനേക്കാൾ വലുതായിരിക്കും ഇതിലെ 3 ആൾക്കാർ. കാരണം ഇത് തുടങ്ങേണ്ട 15 മാത്രമല്ല 3 വീതം. ഇത് 3 വീതം. അപ്പൊ ഇത് ചെറിയ സംഖ്യ. ഇതിലെ ഒന്നാമത്തെ സംഖ്യ 8 ആണ്. അതിൽ ഒന്നാമത്തെ സംഖ്യ 15 ആണ്. ഇതിൽ 2 11 ഇതിൽ 2 15. അപ്പൊ ഇവരാണ്ട് എല്ലാം കൊണ്ടും സംഖ്യ തുടക്കം കൊണ്ട് എല്ലാം കൊണ്ടും മുമ്പിൽ വരും. സംഭവം പൊതുവ്യത്യാസം തുല്യമാണ്. അപ്പൊ ഇതിലെ 25 പദങ്ങളുടെ തുകയായിരിക്കും അതിലെ 25 പദങ്ങളുടെ തുകയേക്കാൾ വലുത് അല്ലെ. ആ 25 പദങ്ങളുടെ തുകയും ഈ 25 പദങ്ങളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസം എന്തെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ചെയ്യാമോ? നമുക്ക് ഡയറക്റ്റ് ചെയ്യാം. ഇതിന് എളുപ്പമാർഗം പറയുന്നത് ഇതിലെ 25 പദങ്ങളുടെ തുക എങ്ങനെ കാണും? സൂത്രാക്ക് മനസ്സിലായി? Sn is equal to n/2 x1 plus xn അല്ലേ? ഓക്കെ, xn കണ്ടെടുക്കാം. dn plus f minus d. d നമുക്കറിയാം 3 ആണ്. f നമുക്കറിയാം 8 ആണ്. അപ്പൊ dn plus f minus d പറയുമ്പോ 3n plus 8 minus 3
3n പ്ലസ് 5 അല്ലേ? 3n പ്ലസ് 5 ഇതാണ് x. എന്നിന് എത്ര കൊടുക്കാം? 25 പദങ്ങൾ തുകയാണ്. അപ്പൊ എങ്ങനെ 25 s 25 സമം 25/2 ഇൻറ്റു x1 പ്ലസ് x25. ഇത് xന്റെ വില. xന്റെ വില ഇതാണ്. അപ്പൊ x25ന്റെ വില 3 ഇൻറ്റു 25 പ്ലസ് 5. 3 25 75 5 80 ആണ്. ഓക്കെ, 25ന്റെ പകുതി 12 അല്ലെങ്കിൽ ഇങ്ങനെ ഇട്ടാൽ മതി. x1 പകരം 8, മറ്റൊരു x25 വരെ 80. 25/2 ഇൻറ്റു 80 വെട്ടും കൂട്ടിയാൽ 88. ഇത് തമ്മിൽ വെട്ടിയാൽ 44. 25 ഇൻറ്റു 44. 44ഉം 25ഉം കുടിക്കും. 25 കൊണ്ട് കുടിക്കണമെങ്കിൽ കുടിച്ചു നോക്കിയാൽ കിട്ടും. എങ്കിലും കുടിക്കാതെ ഒരു ഉത്തരത്തിലേക്ക് ഞാൻ പറയാം. 25 പറഞ്ഞാൽ 100ന്റെ പകുതിയുടെ പകുതി. 25 കൊണ്ട് കുടിക്കുന്ന പകരം 100 കൊണ്ട് കുടിച്ചിട്ട് പകുതിയുടെ പകുതി. 100 കൊണ്ട് കുടിച്ചിട്ട് എളുപ്പം 2 പൂജ്യം കൊടുത്താൽ മതി. 4400. അതിന്റെ പകുതിന്റെ പകുതി 4400 പകുതി 2200. അതിന്റെ പകുതി 1100. ഇത് കുടിച്ചാൽ 1100 കേട്ടോ. അപ്പൊ ഈ ഗ്രൂപ്പിലെ ആദ്യത്തെ 25 പദങ്ങൾ എടുക്കുക 1100. ഇനി ഇതെന്താണ്? എഫ് നമുക്കറിയാം 15, ഡി നമുക്കറിയാം 3 ആണ്, n 25 ആണ്. ഇതിനെ സൂത്രവാക്യം 25/2 x1 പ്ലസ് x25. ഇനി x n കാണും. dn പ്ലസ് f മൈനസ് d എത്ര? 3. f മൈനസ് d അറിയുമ്പോൾ അതല്ലേ f മൈനസ് d അറിയുമ്പോൾ 3. അങ്ങനെ 3n പ്ലസ് 12. ഇതാണ് x n കേട്ടോ. അപ്പൊ x25 കാണുമ്പോ 3 × 25 പ്ലസ് 12. 3 25 എത്രയാ? 75ഉം 12ഉം 75 87 അല്ലേ? ഓക്കെ, ഇവിടെ കൊടുക്കുക 25/2 ഇൻറ്റു x1ന്റെ വാല്യൂ അവിടെ ഫസ്റ്റ് ടേം 15, 25ാമത്തെ പദം 87. അങ്ങനെ 25/2 ഇൻറ്റു 80, 80ഉം 10ഉം 90, 102 അല്ലേ? 102 പെട്ട പകുതി 51. 25 ഇൻറ്റു 51. 100 കുടിച്ചിട്ട് പകുതിയുടെ പകുതി ഇട്ടാൽ മതി. അല്ലെങ്കിൽ നേരത്തെ കുടിച്ചാൽ മതി. 52 പൂജ്യം കൊടുത്താൽ മതി. 100 കുടിച്ചാൽ 5 100. 5 100ന്റെ പകുതി 5001ന്റെ പകുതി 2500 അല്ലേ? 5000ത്തിന്റെ പകുതി 2500. 1001ന്റെ പകുതിയോ 2500 വരെ 2500. അതിന്റെ പകുതി വീണ്ടും ഇട്ടാൽ മതി. 2500ന്റെ പകുതി 50ന്റെ പകുതി. 2500ന്റെ പകുതി 1250. പിന്നെ 50ന്റെ പകുതി 25. അപ്പൊ 1250ഉം 25 1275 അല്ലേ? ഇതല്ലേ? ഇതാണ് 25 3 കോൺസെപ്റ്റ്. ഓക്കെ, ഇവരുടെ തുക 1100 അല്ലേ? ഇവരുടെ തുക 1175. ഇവരുടെ 25 പദങ്ങളുടെ തുകയും ഇവരുടെ 25 പദങ്ങളുടെ തുകയും തമ്മിലെ വ്യത്യാസമാണ്. അപ്പോൾ തമ്മിൽ കുറച്ചാണ്. അതുകൊണ്ട് വ്യത്യാസം ഡിഫറൻസ് വ്യത്യാസം സമം 1175 1100 കുറക്കുക 175. ഇവരുടെ 25 പദങ്ങളുടെ തുകയേക്കാൾ ഇവരുടെ 25 പദങ്ങളുടെ തുക എത്ര മാറ്റുണ്ട്? 175 കൂടുതലാണ്. ഓക്കെ, നമ്മള് ഇതിന്റെ 25 പദങ്ങളുടെ തുകയും ഇതിന്റെ 25 പദങ്ങളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസം കാണും അല്ലെ? കിട്ടി. ഇവിടെ നോക്കുക, രണ്ടിനും ഒരേ പൊതുവ്യത്യാസമാണ്. കോമൺ ഡിഫറൻസ് സെയിം ആണ്. ഒരേ പൊതുവ്യത്യാസമാണ് വളരെ സിമ്പിൾ ആയിട്ട് പറയാം. ഇതാണ് 8 11 14 എക്സ്. ഇവിടെ 15 18 21 എക്സ്. ഒരേ പൊതുവ്യത്യാസമാണെങ്കിൽ ഇത് നടക്കും. അല്ലെങ്കിൽ പക്ഷെ ഇതേപോലെ ഡയറക്റ്റ് ചെയ്തിട്ട് ഇവർ തമ്മിൽ എത്ര മാറ്റമുണ്ട്? കോമൺ ഡിഫറൻസ് സെയിം ആട്ടോ. ഇവർ 8 ആവുമ്പോ ഇത് 15 ആണ്. അപ്പൊ ഇതിന് എത്ര കൂടുതലാണ്? ഇതിനേക്കാൾ കൂടുതലാണ്. 7ന്റെ മാറ്റം ഉണ്ട് അല്ലെ? എങ്കിൽ അതേ 7ന്റെ മാറ്റം ഉണ്ടാവും ഇവർ തമ്മിൽ. ഇതിക്ക് 7 കൂട്ടിയത് കിട്ടും, ഇതിക്ക് 7 കൂട്ടിയത് കിട്ടും. കാരണം ഒരേ അകലത്തിലാണ് ഇവർ പോകുന്നത്. പൊതു വ്യത്യാസം തുല്യം അല്ലെങ്കിൽ ഇവിടുത്തെ വ്യത്യാസം ആവുമ്പോൾ അവിടെ മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പോ 7ന്റെ മാറ്റം
നിങ്ങൾ ഈ ശ്രേണിയിലെ രണ്ട് സംഖ്യ കൂട്ടി. ഓക്കെ, ഞാൻ ഈ ശ്രേണി രണ്ട് സംഖ്യ കൂട്ടി. ഇത് നിങ്ങളുടെ ശ്രേണിയാണ്, ഇത് എന്റെ ശ്രേണി. നിങ്ങൾ ഈ രണ്ട് സംഖ്യ കൂട്ടി. നിങ്ങൾ 8 എടുത്തപ്പോ ഞാൻ 15 എടുത്തു. നിങ്ങൾ 11 എടുത്തപ്പോ ഞാൻ 18. നിങ്ങൾ ഇത് രണ്ടും കൂട്ടിയപ്പോ ഞാൻ ഇത് രണ്ടും കൂട്ടി. നിങ്ങൾ 8 എടുത്താൽ ഞാൻ എത്ര എടുത്തു? 15 എടുത്തു. അപ്പൊ തന്നെ ഞാൻ 7 കൂടുതലാണ്. പിന്നെ നിങ്ങൾ രണ്ടാമത്തെ ആളെ 11 എടുത്തു. അപ്പൊ ഞാൻ എടുത്തു 15. അപ്പോഴും ഞാനൊരു 7 കൂടുതലാണ്. നിങ്ങൾ രണ്ട് സംഖ്യ എടുത്താൽ ഞാൻ രണ്ട് സംഖ്യ എടുക്കും. നിങ്ങൾ ഓരോ സംഖ്യയേക്കാളും 7 കൂടുതലാണ്. അപ്പൊ നിങ്ങൾ രണ്ട് സംഖ്യ എടുക്കുമ്പോ നിങ്ങളെക്കാൾ 2 7 ഞാൻ കൂടുതൽ, 2 7 ഞാൻ കൂടുതലായിരിക്കും. നിങ്ങൾ ഈ 3 സംഖ്യ കൂട്ടിയാൽ ഞാൻ ഈ 3 സംഖ്യ കൂട്ടും. 7 കൂടുതലാണ്. 7 കൂടുതൽ 3 7 21 മാറ്റം ഉണ്ടാവും നിങ്ങളുടെ തുക എന്റെ തുക. നിങ്ങൾ ഒരു സംഖ്യ ഫസ്റ്റ് എടുത്ത് 8 എടുത്താൽ ഞാൻ എടുക്കുന്നത് 15 ആണ്. അപ്പൊ തന്നെ നിങ്ങളെക്കാൾ 7 കൂടുതലാണ് ഞാൻ, ഒരു 7 മാറ്റം. നിങ്ങൾ രണ്ടാമത്തെ ആളെടുത്താൽ ഞാൻ രണ്ടാമത്തെ എടുക്കും. അപ്പോൾ വീണ്ടും ഒരു 7 കൂടുതലാണ്. അപ്പൊ 2 7 ഞാൻ കൂടുതലാണ്, 14 കൂടുതലാണ്. അപ്പൊ നിങ്ങൾ 3 എടുത്താലോ ഞാൻ 3 എടുക്കും. അപ്പൊ 3 7 ഞാൻ കൂടുതലേക്കാളും 21. അപ്പൊ നിങ്ങൾ 25 എടുത്ത് കൂട്ടി, ഞാനും 25 എടുത്ത് കൂട്ടി. അപ്പൊ നിങ്ങളെക്കാൾ എത്ര കൂടുതലുണ്ടാവും? 25 7 ആവും. ഓരോ സംഖ്യക്കും 7 കൂടുമ്പോ 25 സംഖ്യ ഞാൻ എടുക്കുമ്പോ 25 7 ഞാൻ കൂടുതലേക്കാണ്. 25 × 7 35, 2 4 15 16 കേട്ടാ. നിങ്ങൾ 25 സംഖ്യ കൂട്ടിയാൽ നിങ്ങൾക്ക് ഒരു ഉത്തരം കിട്ടും. ഞാൻ 25 സംഖ്യ കൂട്ടിയാലും എനിക്ക് കിട്ടും. നിങ്ങളെക്കാൾ എത്ര കൂടുതലാണോ? 25 7 ഞാൻ കൂടുതലുണ്ടാവും കേട്ടാ. ഈ ഡിഫറൻസിനെ ആദ്യത്തെ 25 പദങ്ങൾ തുകയല്ലേ, നിങ്ങളുടെ 25ഉം ഈ ഡിഫറൻസും തമ്മിൽ കുറിച്ച് നോക്കിയാൽ അതാണ് ആൻസർ. ഒരേ വ്യത്യാസമാണെങ്കിൽ ചോദ്യം നോക്കിയോ, സിമ്പിൾ ആണ്. ഈ രണ്ട് സമാന്തര ശ്രേണിയുടെയും ആദ്യത്തെ 15 പദങ്ങളുടെ തുക തമ്മിൽ എത്ര ഡിഫറൻസ് ആണ്? തുക തമ്മിൽ ഡിഫറൻസ്. ഈ രണ്ടിന്റെയും ആദ്യത്തെ 15 ടേംസിന്റെ സമ്മുകൾ തമ്മിൽ ഡിഫറൻസ് എത്രയാണ്? ഇത് 50 55 60 5 വീതം കൂടും. ഇതോ 59 64 69 ഇതും 5 വീതം സെയിം ആണ്. കോമൺ ഡിഫറൻസ് സെയിം ആണ്. എങ്കിൽ ഇതിന്റെ 15 പദങ്ങളുടെ തുകയും ഇതിന്റെ 15 പദങ്ങളുടെ തുകയും തമ്മിലെ വ്യത്യാസം കാണത്തുള്ളൂ. വ്യത്യാസം ഈക്വൽ ടു 15 പദങ്ങൾ തുകയല്ലേ, 15 × കോമൺ ഡിഫറൻസ് സെയിം ആട്ടോ. ഈ ഡിഫറൻസ് എത്ര? ഇത് എത്ര മാറ്റുന്നുണ്ട്? 9. ഇതൊക്കെ 9 അപ്പൊ 15 × 9 90 45. നിങ്ങളുടെ തുകയും എന്റെ തുകയും തമ്മിൽ 135ന്റെ വ്യത്യാസം ഉണ്ടാവും. ഈ പൊതുവ്യത്യാസം അല്ല ഇവിടെ എങ്കിൽ 59 ഒരു 4 വീതം 59 4 63 67. ഈ ശ്രേണിയുടെയും ആദ്യത്തെ 15 പദങ്ങളുടെ തുക തമ്മിലെ വ്യത്യാസം ചോദിച്ചാൽ കോമൺ ഡിഫറൻസ് സെയിം അല്ല, ഇവിടുത്താണ് അവിടെ അല്ല. അപ്പൊ നിങ്ങൾക്ക് ഈ പ്രോസസ് പറ്റില്ല. കാരണം ഈ ഡിഫറൻസ് അല്ല, ഈ ഡിഫറൻസ് മാറ്റുന്നു. അപ്പൊ എന്ത് ചെയ്യാം? SN ഉപയോഗിച്ചിട്ട് ഇതിന്റെ 15 പദങ്ങളുടെ തുകയാണ് ഇതിന്റെ തമ്മിൽ കൊടുക്കണം. നമ്മൾ ചെയ്തില്ലേ? ഈ മെത്തേഡ് എളുപ്പമാർഗം എപ്പോഴേ പറ്റുള്ളൂ? കോമൺ ഡിഫറൻസ് സെയിം ആണ്. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യണം. പുതിയ ക്വസ്റ്റ്യനുമായിട്ട് അടുത്ത ക്ലാസ്സിൽ.